ഹായ്, ഈ ഒരു വീഡിയോ സ്പെസിഫിക്കലി ഡെഡിക്കേറ്റഡ് ടു ബിഗിനേഴ്സ്. കാരണം മിക്ക ട്രേഡേഴ്സിനും ഇത് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് സ്പെസിഫിക്കലി ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്, അതായത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി. സോ എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത്? സ്പെസിഫിക്കലി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈം ഫ്രെയിംസ് എന്താണ്, എങ്ങനെയാണ് ഈ ടൈം ഫ്രെയിംസ് അല്ലെങ്കിൽ ടൈം ഫ്രെയിംസിന്റെ യൂസേജ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത്രത്തോളം ടൈം ഫ്രെയിംസ് ഇവിടെ കാണാം അല്ലെ, 12 മാസം തൊട്ട്, അതായത് 1 സെക്കൻഡ് തൊട്ട് 12 മാസം വരെ നിങ്ങൾക്ക് കാണാം. എന്താണ് ആക്ച്വലി ടൈം ഫ്രെയിം? ഇവിടെ നമുക്കൊരു ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാം. 1 വീക്ക് എന്ന് പറഞ്ഞൊരു ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഈ 1 വീക്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ 1 വീക്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ക്യാൻഡിൽ ഉണ്ടാകാൻ ഒരാഴ്ച എടുക്കും. റൈറ്റ് സൈഡിലേക്ക് നോക്കി കാണാൻ, കണ്ടില്ല, 1 ഡേ 2 hours. കാരണം ഇന്നെന്താണ്, ഫ്രൈഡേ ആയി. സോ ഇനിയിപ്പോ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ ആഴ്ച ട്രേഡിംഗിൽ എൻഡ് ചെയ്യുക. കാരണം ശനിയാഴ്ച ഞായറാഴ്ചയും ഇല്ല. ശനിയാഴ്ച പ്രഭാതത്തിലാണ് ഈ ഒരു പെയർ എൻഡ് ചെയ്യുന്നത്, ആ ഒരു സെഷൻ. പിന്നീട് മൺഡേ മോർണിംഗിലെ ഓപ്പൺ ആവുള്ളൂ. ആ ഒരു ടൈം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ അങ്ങ് ക്ലോസ് ആവും. പുതിയൊരു ക്യാൻഡിൽ റൈറ്റ് സൈഡിൽ ഓപ്പൺ ആവും. അതേസമയം നമ്മൾ ഡേയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ ഉണ്ടാകാൻ എത്ര നാളെടുക്കും? ഒറ്റ ദിവസം എടുക്കുള്ളൂ. വിഷ് മീൻസ് 5 ഡേ ചേരുന്നതായിരിക്കും ഒരു വീക്ക്ലി ക്യാൻഡിൽ. മനസ്സിലായി കാണുമല്ലോ. 5 ഡേയ്സ് ചേരുമ്പോഴായിരിക്കും, അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഈ ഒരു 5 ക്യാൻഡിൽസ് ചേരുമ്പോഴായിരിക്കും ഒരു വീക്ക് ആവുന്നത്. അതേസമയം നമ്മൾ 4 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ ഉണ്ടാവാൻ എത്ര നേരം എടുക്കും? 4 മണിക്കൂർ എടുക്കത്തുള്ളൂ. സോ റൈറ്റ് സൈഡിലേക്ക് നോക്കി കാണാം. ഇനിയിപ്പോൾ ഒരു 1.25 മണിക്കൂറൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്യും? എൻഡ് ആവും, അതായത് ക്ലോസ് ആവും. ഈ ഒരു ക്യാൻഡിൽ എവിടെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്? ഇവിടെ. ക്ലോസ് ആവുന്നത് എവിടെ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. ചിലപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യാം, ചിലപ്പോൾ ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാം, ചിലപ്പോൾ ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാം. വിഷ് മീൻസ് എന്താ, ഓപ്പൺ ഇവിടെ തന്നെ ആയിരിക്കും, പക്ഷേ ക്ലോസിങ് മുകളിലേക്ക് മാറും. 1 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഈ ടൈം ഫ്രെയിം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരു ക്യാൻഡിൽ ഉണ്ടാകാൻ എത്ര നേരം എടുക്കും, അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈം ഫ്രെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇതിനനുസരിച്ചാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതും. ഇതിനനുസരിച്ചാണ് പല ആൾക്കാർക്ക് പല സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയിൽ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നേരെ നമ്മൾ 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ, ഒരു ക്യാനിൽ ഉണ്ടാവാൻ 60 സെക്കൻഡ്സ് മതി. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ക്യാനിൽ 40 സെക്കൻഡിനുള്ളിൽ 43 സെക്കൻഡ്സിനുള്ളിൽ ക്ലോസ് ചെയ്യും. വിഷ് മീൻസ് എന്താ, അതിനുശേഷം പുതിയൊരു ക്യാനിൽ ഫോം ആവും. ഇവിടെ മാർക്കറ്റ് എവിടെ വേണമെങ്കിലും പമ്പ് ആവാം. ചിലപ്പോൾ കുറച്ച് മുമ്പോട്ട് പോകാം, ചിലപ്പോൾ അതിന് താഴോട്ട് ക്ലോസ് ചെയ്യാം. 1 മിനിറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും മാർക്കറ്റ് അടുത്ത 1 മിനിറ്റ് ഉണ്ടാക്കും. സോ ഇങ്ങനെയാണ് മാർക്കറ്റിൽ കട ഈ ഒരു സ്പൈക്ക് കണ്ടല്ലേ, ഇവിടെ നട്ട പോകാൻ. സോ ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ടൈം ഫ്രെയിമിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് പമ്പ് ആവണമെങ്കിൽ ഓർഡേഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടായിരിക്കണം. സോ ഈ ക്യാഷ് എന്ന് പറയുന്നത് ഓരോ പർട്ടിക്കുലർ ലെവൽസിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പല കൺസെപ്റ്റ്സിൽ പല കാര്യങ്ങളുണ്ട്. ഓർഡർ ബ്ലോക്ക്, FEG, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് ഒരു പർട്ടിക്കുലർ ലെവലിലായിരിക്കും. ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ഈ ടൈം ഫ്രെയിമിന്റെ വെളിച്ചത്തിലായിരിക്കും. ചില ആൾക്കാർ 5 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്, 15 മിനിറ്റ്സിൽ എടുക്കുന്ന ആൾക്കാരുണ്ട്, 1 ഹവറിൽ, 4 ഹവറിൽ, ഡേ, വീക്ക്, അതൊക്കെ സ്വിംഗ് എൻട്രീസ് ആണ്. 1 മിനിറ്റിലും എടുക്കുന്ന ആൾക്കാരുണ്ട്. സോ ഈ ഒരു എൻട്രീസ് എല്ലാം ഈ ഒരു റേഞ്ചുകളിൽ നിന്നായിരിക്കും വരുന്നത്. സോ ഈ ടൈം ഫ്രെയിംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ റേഞ്ചസ് ഉണ്ടായി പോകുന്നത്. ഡിമാൻഡ് സോണുകൾ, സപ്ലൈ സോണുകൾ എന്ന് പറയാം. അവിടെ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. സോ ടൈം ഫ്രെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ SL കീപ്പ് ചെയ്യുന്നത്. അവിടെ ആയിരിക്കും സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, ഫീജീസ്, ഓർഡർ ബ്ലോക്സ് എല്ലാം വരുന്നത്. വിക്സ്, പ്രീവിയസ്ലി ഉള്ള ഡേ ക്യാൻഡിൽസിന്റെ ലോ, ഹൈ എല്ലാം ഈ ടൈം ഫ്രെയിംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ TP സെറ്റ് ചെയ്യുന്നതെല്ലാം ടൈം ഫ്രെയിംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. സോ ഇതാണ് ടൈം ഫ്രെയിംസിന്റെ ഉപയോഗം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കൂടെ ടൂൾസ് കുറേ കാണാം. ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കവർ ചെയ്യാം. സോ ഇനിയും ട്രേഡിങ്ങിനെ പറ്റി നിങ്ങൾക്ക് പല കാര്യങ്ങൾ അറിയണം എന്നെനിക്കറിയാം. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും ഈ ഒരു കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കാം. അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ അത് ഇറക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.